എങ്ങനെയാണ് പബ്ലിക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങളും ശ്രദ്ധിച്ച് കാണുക, ഓരോ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യമായി എക്സാം രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ലഭിച്ച ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എക്സാമിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. എക്സാം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഫോണിലാണെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ രജിസ്റ്റർ ഫോർ എക്സാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ലാപ്പിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ആ രജിസ്റ്റർ ഫോർ എക്സാം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പേരൊക്കെ കറക്റ്റ് എക്സാക്ട്ലി നിങ്ങളെ ലീഗലായിട്ടുള്ള പേര് കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം മാറ്റങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എഡിറ്റ് ഇൻ പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നെയിം കാര്യങ്ങൾ, ഇമെയിൽ, ഫോൺ നമ്പർ, അതുപോലെ ജെൻഡറൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേര് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഗോ ബാക്ക് ടു എക്സാം രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നെയിമൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ എക്സാമിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ ആണ്. ഇവിടെ പേര്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില എക്സാമുകൾ എക്സാക്ട്ലി ടൈം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. 10 മണിക്കാണ് ഇങ്ങനെ ടൈമൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ എക്സാംസൊക്കെ ആ ഒരു സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ചില എക്സാമുകൾ ഉണ്ടാവും ഓൾ ടൈം ഓപ്പൺ ആയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു രജിസ്റ്റർ ചെയ്ത എക്സാം എല്ലാ സമയത്തും ഈ ടെസ്റ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഈ ലിങ്ക് മിസ്സായി കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് സ്പേസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സാംസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ എക്സാമുകളും കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത് 6 പ്രീ നീറ്റ് മോക്ക് ടെസ്റ്റ് എന്നുള്ള എക്സാമാണ്. അപ്പോൾ ഈ എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ എൻറ്റർ എക്സാം ഹോൾ എന്നാണെന്നുള്ള ഓപ്ഷൻ ഉള്ളത്. എൻറ്റർ എക്സാം ഹോൾ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിലേക്കുള്ള അറ്റൻഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാർട്ട് എക്സാമിനേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില എക്സാമിനേഷൻസ് ഒക്കെ ക്യാമറ പെർമിഷൻസ് ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പം നിലവിലുള്ള ഈ എക്സാം AI പ്രോക്ടേഡ് ആണ്. അപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഒന്നിലധികം ആൾക്കാർ വന്നാലോ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിച്ചാലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആവും. അതുപോലെ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ടാബ് വേറെ ടാബിലേക്ക് സ്വിച്ച് ചെയ്യാൻ പാടില്ല. അത് ഫോണാണെങ്കിലും ലാപ്പാണെങ്കിലും എക്സാം കഴിയുന്നവരെ അതേ ഒരു ടാബ് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാമറ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനേബിൾ ക്യാമറ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും, അലോ എന്നുള്ളത്. അപ്പോൾ അലോ വൈൽ വിസിറ്റിംഗ് ദിസ് സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം സ്റ്റാർട്ട് എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ഇപ്പോൾ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫുൾ സ്ക്രീൻ മോഡിലാണ് എക്സാം നടക്കുക. ഇനി ഇവിടെ പ്രോക്ടറിങ് ഓൾവേസ് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീനായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഫുള്ളായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ് എന്ന് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഹൈഡ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ നിന്ന് മാത്രമേ മാറുള്ളൂ. പ്രോക്ടറിങ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഷോ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതൊരു ഡ്രാഗബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ അവിടെ സ്പേസ് തന്നെ അവൈലബിൾ ആവും. അല്ലെങ്കിൽ ഹൈഡ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചാലും മതിയാവും. ഇപ്പോൾ ഇതിൽ 170 ക്വസ്റ്റൻസ് ആണെന്നുള്ളത്. റൈറ്റ് സൈഡിൽ ക്വസ്റ്റൻ പാലറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റൻസിൻ്റെ ഇടയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റൻസിൻ്റെ ഇടയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് ഇവിടെ ഏറ്റവും താഴെ ഇവിടെ സമ്മറി കാണാൻ പറ്റും. ആൻസേർഡ്, അൺആൻസേർഡ്, അതുപോലെ ഫിനിഷ് എക്സാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സാം എഴുതാന്നുള്ളത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്.
4 പോയിൻ്റാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ബട്ട് സേവ്ഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അല്ല ഇത് മാത്രം സേവ് ചെയ്ത് നെക്സ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്വിച്ച് ആവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. സേവ് ആൻഡ് നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ സേവ് ആൻഡ് നെക്സ്റ്റ്. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാം. സേവ് ആൻഡ് നെക്സ്റ്റ്. അപ്പോൾ എല്ലാം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അവസാനത്തെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ സേവ് ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. ക്വസ്റ്റ്യൻ പാലറ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഈ ഗ്രീൻ കളറാണോ ഉള്ളത് എന്നുള്ള അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവ്യൂ ആൻഡ് സബ്മിറ്റ് എക്സാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ മൊബൈൽ ഫോണിലാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു പാലറ്റിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ടൈമിൻ്റെ നേരെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് പാലറ്റിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാലറ്റ് കാണാൻ പറ്റും, ക്വസ്റ്റ്യൻ പാലറ്റ്. അപ്പോൾ ഇവിടെ പാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. പാലറ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു. എക്സാം കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന ഫിനിഷ് എക്സാം എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഫർമേഷൻ ഒന്ന് കൺഫേം ചെയ്യാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 170 ആണ്, ആൻസേർഡ് 14 ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അൺആൻസേർഡ് 156 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് എക്സാം എന്ന് ക്ലിക്ക് ചെയ്യാം. എക്സാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് എക്സാം എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം സെയിം വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങളെ റിസൾട്ടും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും.